Watch full episodes on Jio Hotstar. കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഇപ്പൊ സന്തോഷിപ്പിക്കാൻ വേണ്ടി നമ്മുടെ ചിങ്കം സാറ് നടത്താൻ പോകുന്നു മാജിക് ഷോ. കണ്ടോളൂ, ഈ എംടി ഹാറ്റിൽ ഒന്നും തന്നെ ഇല്ലല്ലോ. ഇതിന്റെ അകത്ത് ഇപ്പൊ പുറത്തേക്ക് വരാൻ പോകുന്നത് അബരഗര ഗിലി 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 ചോ ചോ ചോ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ചിങ്കം സാർ, ഊരിന് ചുറ്റും വ്യത്യസ്തപരമായ റേസ് കാണുന്നുണ്ട്. അതെ നീ ഡോക്ടർ ചക്ക, ഞങ്ങളെ വെറുതെ ഡിസ്റ്റർബ് ചെയ്യരുത്. നിങ്ങൾ പോയി നിങ്ങളുടെ പണി നോക്കൂ. അബരഗര ഗിലി ഗിലി ചോ ചോ ചോ. എന്റെ അമ്മോ, ഇതെന്താ തൊപ്പി ഇങ്ങനെ ഷോക്ക് അടിക്കുന്നത്? ഇത് മാജിക് ഷോയോ അല്ലെങ്കിൽ കോമഡി ഷോയോ? എന്നെ കൊണ്ട് എന്റെ കണ്ണിനെ വിശ്വസിക്കാനാവുന്നില്ല. എന്തിനാ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അയ്യോ എന്റെ ചിങ്കം സാർ, ചിങ്കം സാർ, മാജിക് ഒന്ന് നിർത്ത്. അവിടെ മൂടിനെ നോക്ക്, അത് ചെറുതായിക്കൊണ്ടേയിരിക്കുക. നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഡോക്ടർ ചക്ക? മാജിക് ചെയ്യാൻ സമയത്ത് വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടേ? ഇനി ഒരു അക്ഷരം നിങ്ങൾ മിണ്ടിയാൽ പിന്നെ നിങ്ങൾ ഈ കാണിച്ച മൂടിനെ തന്നെ ഞാൻ ഇവിടുന്ന് കാണാതെ ആക്കും, പറഞ്ഞേക്കാം. ഗിലി ഗിലി ചൂ 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 ചൂ. അയ്യോ എന്നെ കൊണ്ട് വീണ്ടും വിശ്വസിക്കാനാവുന്നില്ല. ഗംഭീര മാജിക്, മൂൺ തന്നെ കാണാതായി. പൊളിച്ചെടുത്തല്ലോ ചിങ്കം സാറേ, നിങ്ങൾ ശരിക്കും വലിയൊരു മജീഷ്യൻ തന്നെയാണ് കേട്ടാ. അതെ, നിങ്ങൾ ആ നീലാവനെ തന്നെ ഇവിടെ ഇല്ലാതാക്കി കഴിഞ്ഞല്ലോ. എന്റെ അമ്മോ, ഞാനിവിടെ ഒന്നും ചെയ്തിട്ടില്ല, ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന്. അതെ ഡോക്ടർ ചക്ക, എന്താ ഈ ബോട്ട് ഇങ്ങനെ പെട്ടെന്ന് ഇളകാൻ തുടങ്ങിയത്? എന്താ ഇവിടെ സംഭവിക്കുന്നത് ഡോക്ടർ ചക്ക? അയ്യോ അയ്യോ അമ്മേ, അച്ഛാ, ആരെ ഡൈസ് താഴെ ഇട്ടത്? ഞാനില്ല, അത് ഭൂകമ്പം കാരണം താഴെ വീണതാ. അയ്യോ രക്ഷിക്കണേ, രക്ഷിക്കണേ. ഇതെന്താ പെട്ടെന്നൊരു ഭൂകമ്പം? ഓടിക്കോ ഓടിക്കോ. ഇല്ല, ഓടിക്കോ, രക്ഷിക്കണേ. എന്താ ഇത്? എല്ലാരും ബോട്ട് മുറുക്കി പിടിച്ചോളൂ. അല്ല, ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത്? നിന്നാ തോന്നുന്നേ. ചിങ്കം സാറെ, നിങ്ങൾ പെട്ടെന്ന് മൂടിനെ അപ്രത്യക്ഷമാക്കിയില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ ഇതെല്ലാത്തിനും നീയാണ് കാരണമല്ലേ? ഞങ്ങള് തന്നെ വെറുതെ വിടത്തില്ല. അതെ, നിങ്ങളെന്തായി കാണിക്കുന്നത്? ഞാനിവിടെ മാജിക് ഒന്നും ചെയ്തിട്ടില്ല. ഞാനിവിടെ നേരം പോക്കനെ എന്തൊക്കെയോ. അതെ കൂട്ടുകാരെ, ഒന്ന് നിർത്ത്. അവിടെ ആരോ പ്രശ്നത്തിൽ കുടുങ്ങിയിരിക്കുകയാണ്. വരൂ, നമുക്ക് നോക്കാം. രക്ഷിക്കണേ, രക്ഷിക്കണേ. രക്ഷിക്കണേ, ഞങ്ങളെ ആരെങ്കിലും രക്ഷിക്കണേ. ഹെൽപ്പ്. മോട്ടു, തയ്യാറായിക്കോ? യെസ് പട്ലോ. മോട്ടു പത്ലു എത്തിയല്ലോ. ഞങ്ങളിതാ
you. പട്ലു പിടിച്ചോ. യെസ്. പട്ലു come on. Yes, Motu. Yes, Patlu. Hey! താങ്ക് യു വെരി മച്ച് മോട്ടു പത്ലു ചേട്ടാ, നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചു. അബ്രകടബ്ര ഗിലിഗിലി ചൂച്ചോ. അബ്രകടബ്ര ഗിലിഗിലി ചൂച്ചോ. ഇതെന്താ റിപ്പയർ ആയി പോയിരിക്കാണോ? ചിങ്കം ദ മാജീഷ്യൻ. മൂണ് കാണാതാവുന്നതിന് മുമ്പ് ഭൂമിയിലെ ഭൂമി കുലുക്കം, വെതർ ചേഞ്ച്, ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഭൂമി മൊത്തം നശിക്കും. എങ്ങനെയെങ്കിലും മൂണിനെ കണ്ടുപിടിച്ചേ പറ്റൂ. പൊളിച്ചെടുത്തല്ലോ, നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലാന്നേ. ഈ ഗ്രേറ്റ് ചിങ്കം സാറാണ് ഗിലിഗിലി ചൂച്ചു എന്ന് പറഞ്ഞ് നമ്മുടെ നിലാവിനെ കാണാതെയാക്കിയത്. അദ്ദേഹം വീണ്ടും മാജിക് ചെയ്ത് നിലാവിനെ തിരിച്ചു കൊണ്ടുവരും. എന്റെ അമ്മോ, നിലാവിനെ കാണാതെയാക്കിയത് ഞാനല്ല. ഞാനിപ്പോ സ്വയം കാണാതെയായി പോയിക്കോട്ടെ. എന്നെ വിട്ടേക്ക്, ഞാൻ പോവാണ്. എടോ ഗസിറ്റ, ഇത് കളിക്കാനുള്ള സമയമൊന്നും അല്ല. പത്ലു എന്റെ സുഹൃത്തെ, നീ വായോ, നമുക്ക് ചെന്ന് മൂണിനെ തിരയാം. പക്ഷെ അതിനു മുമ്പ് ഈ മൂൺ എവിടെയാ പോയെന്ന് നമുക്കെങ്ങനെ അറിയാം? വീണ്ടും ഭൂകമ്പം വന്നോ? The king of Chaitanya, the king of Chai and the universe. Mighty, Almighty Magnetar ഇതാ വന്നുകൊണ്ടിരിക്കുന്നു. Mighty Magnetar വിജയിക്കട്ടെ. Mighty Magnetar വിജയിക്കട്ടെ. Mighty Magnetar ഗ്യാങ്നത്തോറസിലെ ആളുകളെ, ഞാൻ എല്ലായ്പ്പോഴും ഒരു സ്വപ്നം കാണാറുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിലാവിനെ പിടിച്ച് എന്റെ കിരീടത്തിൽ വെക്കുന്നതായിട്ട്. ഇന്ന് എന്റെ ആ സ്വപ്നം പൂർത്തിയായിരിക്കുന്നു. ഇതാ കിട്ടിയിരിക്കുന്നു നിലാവ്. എന്നാ ഇത് പിടിക്കൂ. തന്നോളൂ. ഇതിന്റെ അഭിനന്ദനങ്ങളെല്ലാം എന്റെ സുഹൃത്തും പങ്കാളിയുമായ വൈസറിനാണ് ലഭിക്കേണ്ടത്. വൈസർ നീനാൾ വാഴട്ടെ, വൈസർ നീനാൾ വാഴട്ടെ. വരൂ, എന്റെ അടുത്തേക്ക് വരൂ. ഞാനൊരു തമാശ പറഞ്ഞതല്ലേ? നീ അതങ്ങ് വിശ്വസിച്ചോ? എനിക്കെന്താ ഒരു തമാശ പോലും പറയാൻ പറ്റില്ലേ? ഇവിടുന്ന് കടന്നു പോടാ. ഈ മാഗ്നത്തോർസിൽ ആർക്കെങ്കിലും ജയ് ജയ് വിളിക്കുന്നുണ്ടെങ്കിൽ അത് എനിക്ക് മാത്രമായിരിക്കണം. Mighty Magnetar വിജയിക്കട്ടെ. Mighty Magnetar വിജയിക്കട്ടെ. കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ട് നമ്മുടെ കൂട്ടാളി, നമ്മുടെ വൈസർ എന്റെ ആജ്ഞപ്രകാരം എന്റെ ആവശ്യങ്ങളെല്ലാം അതേപടി അനുസരിച്ചിരിക്കുന്നു. രാവും പകലും കഷ്ടപ്പെട്ട് സവിശേഷമായ ഒരു സ്റ്റോൺ എന്റെ ദണ്ടിൽ ഉറപ്പിച്ചിരിക്കുന്നു. എന്റെ ശരീരത്തിലുള്ള എല്ലാ പവറും ഈ ദണ്ടിലൂടെ സഞ്ചരിച്ച് സ്റ്റോണിലേക്കാണ് എത്തുന്നത്. അങ്ങനെ എന്റെ ശക്തിയെല്ലാം ഈ സ്റ്റോണിലേക്ക് എത്തി 100 മടങ്ങായി മാറും. ഇനി ഏതൊരു പ്ലാനറ്റിനെ ചെറുതാക്കി നമ്മുടെ പക്കലേക്ക് എത്തിക്കാൻ കഴിയും. നമുക്കിനി എന്തും ചെയ്യാൻ സാധിക്കും. ഈ മൂൺ ട്രാക്കിംഗ് ഡിവൈസ് നമുക്ക് കറക്റ്റായ സ്ഥലമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, മോട്ടു നേരെ പോയിക്കൊണ്ടേയിരിക്കും. ഓക്കേ ചേട്ടാ. യെസ്. അയ്യോ ചേട്ടാ, അങ്ങോട്ട് നോക്കി. അയ്യോ, ഈ കറുത്ത മേഘങ്ങളും പിന്നലും ഒക്കെ എവിടുന്ന കയറി വന്നേ? അയ്യോ, എന്തൊക്കെയാ സംഭവിക്കുന്നത് ഡോക്ടർ ചക്വാ? ഇത്
ഇതെന്താ വാഷിംഗ് മെഷീൻ പോലെ കിടന്ന് ചുറ്റുന്നേ? അയ്യോ, 3 ബ്ലാക്ക് ഹോളിനകത്താണ് ഉള്ളത്. ഇപ്പൊ അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല, കാരണം അവിടെ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. മോട്ടു, വണ്ടി പുറകോട്ടെടുക്ക്. ഞങ്ങൾ മുന്നോട്ട് വെച്ച കാല് ഒരിക്കലും പിന്നോട്ട് വെക്കില്ല ചേട്ടാ. പേടിയുള്ള ആൾക്കാർ വീട്ടിൽ തന്നെ ഇരുന്നാ മതി. എന്താ മാമ, ഞങ്ങളിതാ വന്നുകൊണ്ടേയിരിക്കുന്നു. അകത്തോട്ട് പോയാണ്ടല്ലോ നമ്മളെല്ലാവരുടെ കഥയും തീരും. ചേട്ടാ, ഡോക്ടർ ജഡ്ക, എന്തെങ്കിലും ചെയ്യൂ. പൊളിച്ചെടുത്തല്ല, ആരെങ്കിലും രക്ഷിക്കണേ. ആരെങ്കിലും രക്ഷിക്കേ. എന്തൊരു വീഴ്ചയായിരുന്നു ഇത്, ദൈവമേ. അല്ല, ഡോക്ടർ ജഡ്ക എങ്ങോട്ട് പോയി? അയ്യോ, ചേട്ടനെയും കാണുന്നില്ലല്ലോ. ഇല്ല, ഒരുപക്ഷെ നമ്മുടെ ചേട്ടൻ ആ ബ്ലാക്ക് ഹോളിനകത്ത് പോയിട്ടുണ്ടാവോ? ചേട്ടാ, എന്നെ വിട്ടിട്ട് പോയല്ലോ. എടാ ചങ്കേന്റെ ബ്രോ, ഞാനൊരു കാര്യം പറയാൻ മറന്നു. ഓരോ സീറ്റിന്റെ താഴെയും ഞാൻ സേഫ്റ്റി പാരാഷൂട്ട്സ് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാ ആദ്യം തന്നെ കാറിനകത്ത് പാരച്ചൂട്ടുള്ള കാര്യം എന്തുകൊണ്ടാ ഞങ്ങളുടെ അടുത്ത് പറയാത്തേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇലക്ട്രോ മാഗ്നറ്റിക് റേസ് അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനകത്തേക്ക് ഒരു സാധനവും കേറില്ല. പക്ഷെ എന്റെ അടുത്ത് വേറെ ഒരു ഐഡിയയുണ്ട്. അതേന്ന്. ഇനി എന്താ ഐഡിയ കയ്യിലുള്ളത്? ഞങ്ങളെ ഇനിയും എന്തിലെങ്കിലും കൊണ്ടുപോയി കൊടുക്കാനാണോ? അങ്ങനെയൊന്നുമില്ലെന്നേ, ഞാൻ പറയുന്നത് ഒന്ന് കേക്ക്. ശരി, പറയൂ. യെസ്. ചിങ്കം സാറേ, സാറ് മാജിക് ചെയ്തിട്ട് എങ്ങനെയാണ് നിലാവിനെ ഇല്ലാതെയാക്കിയത്? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ഒരു മാജിക് കാണുന്നത്. ശരിക്കും എന്റെ അമ്മോ, ഞാൻ നിലാവിനെ കാണാതെ ആക്കിയിട്ടില്ല കസിട്ടാറാ. എന്റെ സുഹൃത്തുക്കളെ, എന്റെ ഈ സ്പെഷ്യൽ ബൈനാക്കുലർ കൊണ്ട് എനിക്കിത് കാണാൻ കഴിയുന്നുണ്ട്. ഇത് കറക്റ്റ് തന്നെ ആയിരിക്കും ബ്ലാക്ക് ഹോളിലേക്ക് പോകാനുള്ള വഴി. അതെ, ഇതോ ചേട്ടാ, നിങ്ങൾ ചോദിച്ച സ്റ്റെയർ കേസ് ഇതാ വന്നു കഴിഞ്ഞു. ഇപ്പൊ എന്റെ കെമിക്കൽ ഉപയോഗിച്ച് ഈ സ്റ്റെപ്സിനെ ഇനി കുറച്ചുകൂടെ നീളമാക്കിയിട്ട് ആകാശം വരെ മുട്ടിക്കണം. ചേട്ടാ ചേട്ടാ, ഞാനതൊന്ന് സ്പ്രേ ചെയ്ത് നോക്കിക്കോട്ടെ പ്ലീസ്. ഈ പുണ്യപ്രവൃത്തി എന്റെ കൈ കൊണ്ട് ചെയ്യണമെന്നായി എന്റെ ഒരു ആഗ്രഹം. അതിനുള്ള സന്ദർഭം ഒന്ന് തരുമോ പ്ലീസ്? പ്ലീസ് കൊടുത്തോ. കുറച്ച് കെമിക്കൽ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലേ മോട്ടു. ഈ സ്റ്റെപ്സ് വലുതാവുകയില്ല. അത് കൊടുത്താ പ്ലീസ് താ എന്റെ മോട്ടു. ഞാൻ തരില്ല. മോട്ടു വേണ്ട, നിക്ക്. തരില്ല ചേട്ടന്, ഞാനിത് തരില്ല. എന്നോട് വിശ്വസിക്കൂ. കൊടുത്താ. അയ്യോ. ഇങ്ങനെ പറ്റിപ്പോയല്ലോ. ഓടിക്കോ. അയ്യോ, കുത്തി എന്റെ പുറകെ കുത്തി. അമ്മേ, അയ്യോ, ഞങ്ങൾ രക്ഷിക്കണേ. ആദ്യം എടുക്ക്. അതെങ്ങാനും കാലിയായ കഥ തീർന്നു. ഒന്ന് പെട്ടെന്ന് എടുക്ക്. ഇങ്ങനെ തല്ല ഞാനെന്താ ബോക്സിംഗ് ബാഗ് ആണോ? എന്റെ അമ്മോ, തല കിഴക്കാൻ തൂവായിട്ട് ഞാൻ തൂങ്ങിയിരിക്കുന്നത്. എന്താ ഇത് നിക്കാതെ വലുതായിക്കൊണ്ടിരിക്കുന്നേ? പൊളിച്ചെടുത്തല്ലോ ചിങ്കം സാർ. അടുത്തത് എനിക്കിട്ട് കിട്ടുന്ന തോന്നുന്നത്. എന്താ ചിങ്കം സാർ എന്നെങ്ങനെ തല കിഴക്കാനായിട്ട് തൂക്കിയിട്ടിരിക്കുന്നത്? അയ്യോ, വീണ്ടും ഇതിനകത്തേക്കോ? എങ്ങനെയൊക്കെയോ നമ്മൾ ഇതുവരെ എത്തി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടെന്ന് പറ.
അതെവിടെയാന്ന് ഞാൻ പറഞ്ഞേക്കാം. അതിങ്ങോട്ട് താ. ഞാൻ നോക്കി ചന്ദ്രൻ എവിടെയാ ഉള്ളതെന്ന് കറക്റ്റ് ആയിട്ട് പറയാം. എന്റെ മോട്ടു നിക്ക് നിക്ക് നിക്ക്. അയ്യോ ചേട്ടാ, എന്നെ ഒന്ന് രക്ഷിക്കേ. ഇതിനെ പിടിച്ച് വലിക്കേ. ഞാൻ അകത്തേക്ക് പോയി സ്റ്റക്ക് ആവും. ഇതിനെ വേഗം വെളിയിൽ വലിക്കേ. പള്ളു നന്നായിട്ട് വലിക്കേ. ഞാൻ പിടിക്കാം. ചിങ്കം സാറേ, ഡോക്ടർ ചക്ക എന്നെ പിടിക്കൂ. എങ്ങോട്ടേ പോകും? ഡോക്ടർ ചക്ക മുറുക്കി പിടിച്ചോണ്ടേ, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരും അകത്തേക്ക് പോയിരിക്കും. അയ്യോ, ഞാനിപ്പോ എന്ത് ചെയ്യാനാ? ഇവിടെ അടച്ചിരിക്കുകയാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്റെ അമ്മോ, രക്ഷിക്കണേ. എന്റെ അമ്മോ. ഭാഗ്യം, രക്ഷപ്പെട്ടു. പക്ഷെ ഇവിടുത്തെ ഭൂമി നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടല്ലോ. എന്റെ അമ്മോ, എന്തപ്പോ ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെയും ഭൂമി കുലുക്കം വല്ലതും നടക്കുന്നുണ്ടോ? അയ്യോ, ഇതെന്തൊക്കെ സംഭവിക്കുന്നേ? ഈ ഭൂമി എങ്ങനെയാ മുകളിലോട്ട് പോന്നേ? ഇത്രയും വലിയ കയ്യോ? എന്നിട്ട് ഇത്രയും വലിയ മനുഷ്യനോ? ഇതേതോ വലിയ ജന്തുവാന്നാ തോന്നുന്നേ. വേഗം ഓടിക്കോ. അതെ, നിങ്ങൾക്ക് എന്തിനാ ഓടുന്നത്? വേഗം വാ, ഓടാ. നിൽക്ക്. എന്താ വിശ്രമിക്കുവാണോ? വേണ്ട. ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. ഈ സൈഡല്ല, അങ്ങോട്ട് ഓടിക്കോ. ഇങ്ങോട്ടും അല്ല. എന്നാ നമുക്ക് ഇവിടെ ഒളിച്ചിരുന്നാലോ? അയ്യോ, ഓടിക്കോ. എങ്ങോട്ടത് രക്ഷപ്പെടാൻ നോക്കുന്നേ? ഓടിക്കോ, വേഗം ഓടിക്കോ. എല്ലാരും ഓടിക്കോ. നിങ്ങളിത് എങ്ങോട്ടാ രക്ഷപ്പെടുന്നത്? നമ്മളാരും escape. ഓടിക്കോ. എല്ലാരും ഓടിക്കോ. എന്റെ അമ്മോ. എന്റെ അമ്മോ. Stop. എന്റെ അമ്മോ. എന്റെ അമ്മോ. നമ്മൾ അയാളുടെ അടുത്തേക്കല്ല പോകേണ്ടത്, ദൂരെയാണ് പോകേണ്ടത്. ഓക്കേ. നീ തിരിച്ചു വന്നുവല്ലേ? ഇല്ല, ഇതാണ് മാറിപ്പോയി. എന്റെ അമ്മോ. ഫ്രണ്ട്സ്, പെട്ടെന്ന് ഇങ്ങനെ ഇരുട്ടായത്. ചേട്ടാ, ഇത് മേലെയാണെന്നേ. പൊളിക്കത്തല്ല. അനുഭവത്തിൽ ഇങ്ങനൊരു സ്ഥലം ഞാൻ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. ഇത്രയും വലിയ ഫ്ലവറോ? ഇതിന്റെ അടുത്ത് നിൽക്കുമ്പോ ഞാൻ പോലും ചെറിയ കുട്ടിയെ പോലെ. നമ്മുടെ സൈസ് കുറഞ്ഞു പോയടാ. നമ്മളിപ്പോ എന്ത് ചെയ്യും പറ? നമ്മുടെ സൈസ് ഒരേപോലെ തന്നെയാണ് മോട്ടു. ഇവിടെയുള്ള ഈ മരങ്ങളുടെയും ചെടികളുടെയും സൈസാണ് ആ ജന്തുവിനെ പോലെയുള്ളത്. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കാതിരിക്കുന്നതല്ലേ നല്ലത്. നമ്മൾ എന്ത് ജോലിക്കാണ് വന്നത് അതാദ്യം ചെയ്യാൻ പോയോ? ആ, പറഞ്ഞത് ശരിയാണ് ഡോക്ടർ ജഡ്ക. വരൂ, നമുക്ക് അവനെ തെരഞ്ഞു നോക്കാം. ശരിയാ പട്ലോ.
കൂട്ടുകാരെ നല്ലോണം നോക്ക്. മൂണിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ക്ലൂ നമുക്ക് ഇവിടെ തീർച്ചയായും കിട്ടും. സുഹൃത്തുക്കളെ എനിക്ക് ഇവിടെ കിടന്ന് കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട് അറിയോ? എല്ലാരും സൂക്ഷിച്ചു വായോ. ഈ സ്ഥലം അടിപൊളിയല്ലേ? എന്ത് നല്ല കാഴ്ചയത്. എന്റെ അമ്മോ, ഇത്രയും വലിയ ഫ്ലവറോ? ഇതിന് ഫ്ലവർ എന്നല്ല സ്ലൈഡ് എന്ന് പറയണം. എല്ലാരും എന്റെ പിറകെ കൂടെ വന്നോ. ഇത് അടിപൊളിയായിട്ടുണ്ട്. വരൂ 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 സുഹൃത്തുക്കളെ. എടോ ഗസിറ്റ, പേടിക്കണ്ട. എന്റെ ഒരു കാല് മാത്രം മുന്നോട്ട് വെക്ക്, അതിനുശേഷം താഴെ വന്നോളൂ. ആണോ? ശരി താ. മമ്മി, രക്ഷിക്കണേ. ഓ, രക്ഷപ്പെട്ടു. എന്റെ നീ മരത്തിൽ തേച്ചൊട്ടിച്ചല്ലോടാ. എന്നെ കൊണ്ട് വയ്യ. ഫ്രാൻസ്, ഒന്ന് വേഗം വാ. ഇതെന്താ സാധനം? കൊള്ളാലോ, ഇതില് കളിക്കാൻ നല്ല രസമായിരിക്കും. ഹായ് ഹായ്, ഈ ഊഞ്ഞാല് അടിപൊളിയാണല്ലോ. ഓ, എന്ത് സുഖാ. ഇത് തരിച്ച് എന്നെ ആട്ടിത്തരുന്നുണ്ട് കേട്ടോ. ഓ, മോട്ടു പിന്നില് നോക്ക്. അയ്യോ, ഇത്രയും ആപത്തുള്ള പൂച്ചയോ? പൂച്ചേ, അങ്ങോട്ട് പോ. ഇത് മുഴുവൻ കമ്പനിയും തിന്നു തീർത്തല്ലോ. ഓടിക്കോ. അയ്യോ പൂച്ചേട്ടാ, ഞാൻ അറിയാതെ ചെയ്തതാ. എന്നെ ഒന്ന് വിട്ടേക്ക്. ഞാനിങ്ങനെ ഒരിക്കലും ഇനി ചെയ്യില്ല. മോട്ടു വേഗം ഓടിക്കോ ഇവിടുന്ന്. വേഗം ഓടിക്കോ, വേഗം ഓട്. ഇത്രയും നേരം നമ്മുടെ പുറകെ ഒന്നല്ലേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്രയും പൂച്ചകൾ എവിടുന്നാണോ കയറി വന്നേ? അതേ പത്രു, ഓടി രക്ഷപ്പെടാം. പൂച്ചകൾ നമ്മുടെ പിന്നിൽ നിന്ന് പോകുന്നില്ലല്ലോ പത്രു. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. എന്റെ അമ്മോ, ഇവിടെ ഇളനീരും ഒരുപാട് വലിപ്പമുള്ളതാണല്ലോ ഉള്ളത്. ഇളനീർ പട്ടാളമേ, ആ ജന്തുവിനൊന്ന് വേഗം പോയി നിർത്ത്. എന്റെ അമ്മോ, സ്റ്റാൻഡ് വിട്ടോ. ഓടിച്ചേർത്തല്ലോ. ഇനിയിപ്പൊ നമ്മളെങ്ങനെ രക്ഷപ്പെടും? ഇവിടെ മൊത്തം വെള്ളമാണല്ലോ കാണുന്നത്. ഏയ് മാറ് മാറ്, ഞാനൊന്ന് പോയിക്കോട്ടെ. എന്റെ അമ്മോ, ഞാൻ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടല്ലോ. ഞങ്ങള് രക്ഷപ്പെട്ടു. യജ്ഞോതോറസ് നിവാസികളെ, ഇന്ന് മൈറ്റി ആൾ മൈറ്റി മാഗ്നത്തോറിന് പുതിയ മകുടം ചാർത്താൻ പോവുകയാണ്. അതില് മൂൺ പതിച്ചിട്ടുണ്ട്. നമ്മുടെ കഠിന അധ്വാനവും നമ്മുടെ സ്നേഹവും കൊണ്ട് ഈ മകുടം, എന്നോട് ക്ഷമിക്കണം, ഞങ്ങൾ ആൾ മൈറ്റി മാഗ്നത്തോറിന്റെ ആജ്ഞപ്രകാരം ഞങ്ങൾ ഈ മകുടം നിർമ്മിച്ചിരിക്കുകയാണ്. മൈറ്റി മാഗ്നത്തോർ രാത്രിയും പകലും കഷ്ടപ്പെട്ട് ആ മകുടം നിർമ്മിച്ചിരിക്കുന്നു. കിരീടം എടുത്തുകൊണ്ട് വരൂ ബേട്ടോപ്പേ. മൈറ്റി മാഗ്നത്തോർ വിജയിക്കട്ടെ.
മൈറ്റി ഓൾമൈറ്റി മാഗ്നത്തോർ, ഒരുപാട് കൊച്ചു കൊച്ചു മനുഷ്യന്മാർ നമ്മുടെ ഗാനത്തോറസിന്റെ അകത്തേക്ക് വന്നിരിക്കുന്നു. അവർ എവിടെ നിന്നാണ് വന്നതെന്ന് യാതൊരു പിടിയുമില്ല. ഞാൻ അവരെ പിടിക്കാൻ ശ്രമിച്ചു, പക്ഷേ അവർ രക്ഷപ്പെട്ടു. എന്ത്? നീ നിനക്ക് പറ്റിയ തെറ്റേറ്റ് വരാൻ വന്നതാണോ? 2 തെറ്റിനുള്ള ശിക്ഷ നിനക്ക് നൽകുന്നതായിരിക്കാം. 2 കുറ്റങ്ങളോ? ഞാൻ അങ്ങനെ എന്ത് ചെയ്തു മാഗ്നത്തോർ? വന്ന് കയറിയപ്പോൾ നീ എന്നെ ബഹുമാനത്തോടെ അല്ല വിളിച്ചത്. മൈറ്റി മാഗ്നത്തോർ വിജയിക്കട്ടെ എന്ന് പറഞ്ഞില്ല. രണ്ടാമത് നീ അവരെ രക്ഷപ്പെട്ടോടാൻ അനുവദിച്ചു. വളരെ വലിയ തെറ്റുകളാണ് നീ ചെയ്തിരിക്കുന്നത്. അരുത്, ഓടിക്കോ. കടന്നു പോടാ ഇവിടെ. ഞാൻ ഇവിടുന്ന് പോയേക്കാം, എന്നെ വിട്ടേക്കോ. അവർ നല്ല സമയത്താണ് എത്തിയിരിക്കുന്നത്. അവർ ഉറപ്പായിട്ടും ഭൂമിയിലെ മനുഷ്യരായിരിക്കും. അവര് നിലാവിനെ തേടി വന്നതായിരിക്കും. വരട്ടെ, ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കാം. ബേട്ടാ പേട്ട്, ചെല്ലേ, എന്നിട്ട് ആ ഭൂമിയിലെ മനുഷ്യരെ എന്റെ അടുത്തേക്ക് കൊണ്ടുവാ. പൊളിച്ചത്തല്ല. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇങ്ങനൊരു ബോട്ടിൽ ഞാൻ ഇതുവരെ ചെയ്തിട്ടേ ഞാൻ. പട്ലു, അങ്ങോട്ട് നോക്കിയേ. ഈ നാട്ടിലെ പട്ടികൾ വരെ പറന്നാ വരുന്നേ. അതെന്താണെങ്കിലും നമുക്ക് അപകടമാണ്. വേഗം മുമ്പിലേക്ക് പോകാം. ഇവിടുന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാം. ഇതേതോ ഡേഞ്ചറസ് പക്ഷിയാന്നാ തോന്നുന്നത്. വിട്ടോ. അയ്യോ, അത് നമ്മുടെ അടുത്ത് വരുന്നു. വേഗം പോ, വേഗം പോ, വേഗം ആവട്ടെ. കൺമുമ്പിൽ ഇതാ വെള്ളച്ചാട്ടം. ഇനി ആ പക്ഷിക്ക് നമ്മളെ എങ്ങനെ പിടിക്കാൻ കഴിയും? ചിങ്കം സാർ, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ടോ? നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൽ വീണാലും കുടുങ്ങിപ്പോകും. ആ പക്ഷി നമ്മളെ പിടിച്ചാലും നമ്മൾ കുടുങ്ങിപ്പോകുന്നേ. എന്ത്? എനിക്ക് ഐഡിയ ഒന്നും വല്ലെന്ന് നിനക്ക് അറിയില്ലേ? പെട്ടെന്ന് ആലോചിച്ചെന്തെങ്കിലും പറയേ. ഐഡിയ. ചിങ്കം സാറും ഗസീറ്ററാമും, നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇലയെ മുറുക്കെ പിടിച്ചോളൂ. ഓട്ടോവും ഞാനും ഞങ്ങളുടെ എന്റെ മുറുക്കെ പിടിച്ചോളാം. പക്ഷെ ഞാൻ എവിടെ പിടിക്കേണ്ടത് പറഞ്ഞില്ലല്ലോ. അയ്യോ, ഇവിടെ എന്താ സംഭവിക്കുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. അയ്യോ, എന്റെ അമ്മ, ബേർഡ് വരുന്നല്ലോ. വേഗം വിട്, റൈറ്റിലോട്ട് പോ, റൈറ്റിലോട്ട്. ഒന്ന് വേഗം, റൈറ്റ്, റൈറ്റ്, റൈറ്റ്. അയ്യോ, എന്റെ അമ്മ. ചേട്ടാ, അതിന്റെ റൈറ്റ് അല്ല, നമ്മുടെ റൈറ്റാ ഞാൻ നിങ്ങളെ തിരിയാൻ പറഞ്ഞത്. ലെഫ്റ്റിലോട്ട് പോ, ലെഫ്റ്റിലോട്ട് പോ. നമ്മൾ രക്ഷപ്പെട്ടേ. അയ്യോ, അത് വീണ്ടും വരുന്നുണ്ടല്ലോ. ഓടിക്കോ, ഓടിക്കോ, ഓടിക്കോ. നമ്മള് വിജയിച്ചേ. എന്റെ അമ്മ, തിരിച്ചു വരുന്നുണ്ടല്ലോ. മാത്രല്ല അതിന് നല്ല ദേഷ്യമുണ്ട്. രക്ഷിക്കേ. അയ്യോ, പക്ഷി നമ്മളെ എങ്ങോട്ടേക്കായി കൊണ്ടുപോകുന്നേ? പട്ലു, ചെറുതിലെ അമ്മ പാല് കുടിക്കെന്ന് പറഞ്ഞപ്പോഴൊന്നും കേട്ടില്ല. കുടിച്ചിരുന്നെങ്കിൽ ഇയാളെ പോലെ നല്ല ഹൈറ്റ് ആയിട്ട് വളരാമായിരുന്നു അല്ലേ? ഭൂമിയിലെ മനുഷ്യന്മാരെ, നിങ്ങൾക്ക് മാഗ്നത്തോറസിലേക്ക് സ്വാഗതം. ഞാൻ മൈറ്റി ഓൾമൈറ്റി മാഗ്നത്തോർ.
ഈ ഗാഗ്നത്തോറസിലെ ചക്രവർത്തി. നിങ്ങൾ വളരെ ചെറുതാണെങ്കിലും വളരെ ക്യൂട്ടാണ്, ക്യൂട്ട്. ഞങ്ങളാണ് മോട്ടു പട്ലു. ഇതാണ് ഞങ്ങളുടെ സുഹൃത്ത് ഡോക്ടർ ചട്ക കസീതാറാം. എന്നിട്ട് ഇതാണ് ഇൻസ്പെക്ടർ ചിങ്കം സർ. ഇങ്ങോട്ട് നോക്കൂ, ഞങ്ങൾ ഞങ്ങളുടെ മൂൺ തെരഞ്ഞു വന്നതാണ്. അതെടുത്തിട്ട് ഞങ്ങൾ തിരിച്ചു പോയിക്കോളാം. നിങ്ങൾക്ക് ഞങ്ങളെ കൊണ്ട് ഒരു ആപത്തും ഉണ്ടാവില്ല. ഞാൻ കാരണം നിങ്ങൾക്കും ഒരു അപകടവും ഉണ്ടാവില്ല. നിങ്ങൾ വളരെ ചെറുതും സുന്ദരവുമായ ആൾക്കാരല്ലേ. നിങ്ങളെ കൊണ്ട് ഞങ്ങൾക്ക് എന്ത് അപകടം ഉണ്ടാവാനാ? എന്റെ അമ്മ മൂൺ എവിടെയാന്ന് ഒന്ന് പറഞ്ഞേക്കേ. അല്ലെങ്കിൽ ദ നെയിം ഈസ് ചിങ്കമ്മേ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിൾ. ഇങ്ങോട്ട് നോക്ക്, ഇവിടെ ഇരിക്കുന്നു നിങ്ങളുടെ മൂൺ. മനസ്സിലായില്ലേ? നിങ്ങളുടെ മൂൺ. നിങ്ങളുടെയൊക്കെ തലയ്ക്കകത്ത് കളിമണ്ണാണോ ഉള്ളത്? ഞങ്ങളുടെ ചന്ദ്രൻ അത്രയ്ക്ക് ചെറുതൊന്നും അല്ല, വളരെ വലുതാ. ദാ ഇത്രത്തോളം ഉണ്ടാവും. മൂൺ കുറേശ്ശെയായി ചെറുതാവുന്നത് ഡോക്ടർ ജഡ്കയും കണ്ടതാണ്. പക്ഷെ ഇയാൾ എങ്ങനെയാ ഇത് ഉണ്ടാക്കിയത്? ആലോചിക്കേണ്ടതുണ്ട്. ഇത് ഞങ്ങളുടെ മൂണാവാൻ സാധ്യതയില്ല. അത്രയും വലിയ മൂണിനെ നിങ്ങൾക്ക് എങ്ങനെ ഇത്രയും ചെറുതാക്കാൻ കഴിയാ? ഞാനൊരു സാധാരണക്കാരനല്ല. എന്റെ ഉള്ളിൽ അസാമാന്യ ശക്തികളുണ്ട്. വരൂ, ഞാൻ പറഞ്ഞു തരാം അതെങ്ങനെ ചെയ്ത്. ഇനി നീ എന്റെ കിരീടത്തിലിരുന്ന് പ്രകാശിക്കട്ടെ. ഇങ്ങനെയാണ് മൂണ് എന്റെ കിരീടത്തിലെത്തിയത്. ഇതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇനി നിങ്ങൾ കാണാൻ പോവുക. എന്തായാലും നിങ്ങൾ ഇന്ന് എന്റെ അതിഥികളാണ്. എന്നോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കൂ. നാളെ ഞാൻ നിങ്ങളെയാണ് ഭക്ഷണമാക്കുന്നത്. മൃഷ്ടാന്ന ഭോജനം. ഓ, നിങ്ങൾക്കും വേണോ? ഇന്നാ ആദ്യമായിട്ടാണ് കുറെ മനുഷ്യരുടെ അതിഥികളായി എത്തുന്നത്. ഈ അതിഥികളായി എത്തിയ ആൾക്കാരെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. ഇവർക്ക് വയറ് നിറയും വരെ ആഹാരം കൊടുക്കണം. മാഗ്നത്തോർ ചേട്ടാ, നിങ്ങൾക്ക് എന്ത് നല്ല മനസ്സാ. നിങ്ങളൊരു മഹാൻ തന്നെ, ദാനശീലനുമാണ്. അതുകൊണ്ട് നാളെ ഞങ്ങളുടെ മൂൺ മാത്രം ഒന്ന് തിരിച്ചു തന്നാ മതി കേട്ടോ. ഇല്ല, ഒരിക്കലുമില്ല. മൂൺ ഒരിക്കലും തിരിച്ചു തരില്ല. ഇവരെങ്ങോട്ടാ പോയത്? അവരെങ്ങോട്ടാ ഓടിയത്? അവരെല്ലാവരും നിങ്ങളുടെ സൂപ്പില് വീണു. അയ്യോ, ഇതെന്താ സൂപ്പർ സ്വിമ്മിംഗ് പൂളായി മാറിയിരിക്കുകയാണോ? ഇവരെ പുറത്തേക്ക് എടുക്ക്. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഒരു സൂപ്പില് കുളിക്കുന്നത് കേട്ടാ. എന്റെ അമ്മോ, നീ പറഞ്ഞത് വളരെ സത്യമാണ് കസീതാറാം. എന്റെ അമ്മോ, ശരിക്കും ഇവിടെ എന്താ സംഭവിക്കുന്നത്? എന്തായി കാണിക്കുന്നത്? ഇത് എന്ത് കളിയാണത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ചിങ്കം ദ ഹീറോ, വാട്ട് എ ലാൻഡിംഗ്. നനഞ്ഞു. ഇപ്പൊ ഞാൻ ഉടക്കി തരാം. താങ്ക് യു സാർ. ഞങ്ങളുടെ ഷർട്ടൊക്കെ ഉണങ്ങി. ഇവർക്കും കൂടി സൂപ്പ് എടുത്തോണ്ട് വരൂ. ഓക്കെ മാഗ്നത്തോർ. ഇനി നിങ്ങൾ ഞങ്ങളുടെ രുചികരമായ സൂപ്പ് ഒന്ന് ട്രൈ ചെയ്യേ. വാവ്, തീർച്ചയായും. ഓ, എന്ത് നല്ല മണം. എങ്ങനെയുണ്ട് എന്റെ സൂപ്പ്? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഇത്രയും രുചിയുള്ളൊരു സൂപ്പ് ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല. ഇത്രയും ക്രിസ്പി ആയിട്ട് കടിക്കാനുള്ളത് എന്തോ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടല്ലോ. ഇത് കഴിക്കുമ്പോ എന്ത് രുചിയാണെന്ന് നിങ്ങൾക്ക് അറിയോ? ഇതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സൂപ്പാ. ഈ പല്ലിവാല് സൂപ്പില് മൗണ്ടൻ ചിലന്തിയുടെ കാലുകൾ വളരെയധികം ടേസ്റ്റ് ഉള്ളവയാണ്. എന്റെ പല്ലിവാൽ
എന്റെ സൂപ്പ് നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ? ഇവന്മാരെയൊക്കെ പിടിച്ച് സൂപ്പിലിട്. ഞാനൊന്ന് നോക്കട്ടെ ഇവന്മാരുടെ ടേസ്റ്റ് എങ്ങനെയാണെന്ന്. അല്ലല്ല, സൂപ്പ് നല്ല ഇഷ്ടമായി. എനിക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഇത്ര നേരം ഒച്ചയെടുക്കാനുള്ള കാരണം ഇത്രയും ദിവസം ഞങ്ങൾക്ക് ഇത് എങ്ങനെ അറിയാതെ പോയിന്ന് വിചാരിച്ചിട്ടാ. പല്ലിവാൽ സൂപ്പ് വളരെ നന്നായിട്ടുണ്ട്. എന്നിട്ട് ഇതിലുള്ള ക്രിസ്പി ചലന്തി കാലുകളും അടിപൊളി ടേസ്റ്റാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സൂപ്പ് നല്ല ടേസ്റ്റ് ആണെന്ന്. ഇന്നത്തെ ഈ സൂപ്പിന് ഒരു പുതിയ ടേസ്റ്റ് ഉണ്ടല്ലോ. എനിക്കിത് ഒരുപാട് ഇഷ്ടമായി. ഇതിൽ പുതിയ എന്ത് മസാലയാണ് ചേർത്തത്? അത് പിന്നെ ഈ ഹ്യൂമൻസ് എല്ലാം സൂപ്പിൽ വീടില്ലായിരുന്നു. അവരുടെ ബോഡിയുടെ സ്മെല്ലാണ്. വാവ്, ബോഡിയുടെ സ്മെല്ലിന് ഇത്രയും ടേസ്റ്റ് ആണെങ്കിൽ ബോഡി എന്തുമാത്രം ടേസ്റ്റ് ഉള്ളതായിരിക്കും. നാളെ രാവിലെ നേരം വെളുത്ത് കഴിയുമ്പോ ഇവന്മാരെ പിടിച്ച് എന്റെ സൂപ്പിലിട്ട് തരണം. നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാം. ഓരോരുത്തരെയായി നമുക്ക് സൂപ്പിലിട്ട് കഴിക്കാം. ഇങ്ങോട്ട് നോക്കൂ മാഗ്നാത്തോർ. വെറും മാഗ്നത്തോർ അല്ല, ഞാൻ മൈറ്റി, ഓൾ മൈറ്റി മാഗ്നത്തോർ എന്ന് വിളിക്കൂ. അത് തന്നെയാ മൈറ്റി മാഗ്നത്തോർ. മൂണില്ലാന്ന് പറഞ്ഞ ഭൂമിയിൽ ജീവിക്കുന്നവർ കുറേശ്ശെയായി നശിച്ചു പോകും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് മൂണിനെ തിരിച്ചു കൊണ്ടുപോയേ മതിയാകൂ. ഞങ്ങളാണ് മോട്ടു പട്ലു. ഞങ്ങൾ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാ അതിന്ന് ഒരിക്കലും ഞങ്ങൾ പിന്മാറില്ല. തന്നെ കൊണ്ട് തടയാൻ പറ്റുമെങ്കിൽ തടഞ്ഞു നോക്ക്. ഇത് ഞങ്ങളുടെ ഒരു ചാലഞ്ചാന്ന് വെച്ചോ. എന്റെ ചെറുവിരലിന്റെ വലുപ്പം പോലില്ലാത്ത മോട്ടു പത്ലു, നിങ്ങൾ എന്നെ വെല്ലുവിളിക്കാൻ മാത്രമായോ? ചലഞ്ച് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു. ഇനി ഞാൻ സൂര്യനെയും പിടിച്ചു കൊണ്ടുവന്ന് എന്റെ കിരീടത്തിൽ അണിയുന്നതായിരിക്കും. എന്താ ഇത്? ഞാൻ നിങ്ങളോട് പറയുന്ന ചലഞ്ചാണ്. അല്ല വൈസർ, ഞാൻ എന്തെങ്കിലും അധിക പ്രസംഗമായിട്ട് ഇവരോട് പറഞ്ഞോ? നിങ്ങൾ മൗണ്ട് ഓഫ് മിസ്റ്റിക്കൽ പവേഴ്സിന്റെ അടുത്തേക്ക് പോയി 5 തത്വത്തിന്റെ ശക്തികൾ അടക്കി കഴിഞ്ഞാൽ ആ സൂര്യനെ പോലും നിങ്ങൾക്ക് കൈക്കലാക്കാൻ കഴിയും. പക്ഷേ അത് നാളെ രാവിലെ തന്നെ ചെയ്യണം. നാളെ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ 100 വർഷം കഴിയുന്നവരെ ആ ശക്തി ഒരുമിച്ച് കിട്ടാൻ സാധിക്കില്ല. ഞാൻ നാളെ പഞ്ചതത്വങ്ങളുടെ ശക്തി സമ്പാദിക്കാൻ പോവുകയാണ്. എന്നിട്ട് ഞാൻ സൂര്യനെയും പിടിച്ചു കൊണ്ടുവരും. എന്നിട്ട് എന്നെ കിരീടത്തിൽ അണിയും. അപ്പോൾ പിന്നെ ഭൂമി ഒറ്റ നിമിഷത്തിൽ ഇല്ലാതായി തീരും. പിന്നെ ഒരു മനുഷ്യൻ പോലും ഇവിടെ വന്നിട്ട് എന്നെ ശല്യപ്പെടുത്താൻ വരില്ല. ഇവരെയെല്ലാം ബന്ധിക്കൂ. മൂണിനെ കൊണ്ടാമെന്ന കുറെ മനുഷ്യന്മാര്. പട്ലു, നമുക്ക് ഇവിടുന്ന് രക്ഷപ്പെട്ടേ പറ്റൂ. നമ്മൾ എങ്ങനെയെങ്കിലും ആ മൂണിനെ ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ നോക്കണം. വരൂ, നമ്മളെല്ലാവരും ചേർന്ന് ഈ ജയിലിനെ പുഷ് ചെയ്യാം. ഒത്തു പിടിച്ചാൽ ശക്തി അധികമാണെന്ന് അറിയില്ലേ? കുറച്ചുകൂടെ കൂടി ശക്തിയായി തള്ള. പതുക്കെ പോ, ശബ്ദം ഉണ്ടാക്കണ്ട. പൊളിച്ചെടുത്തല്ലോ. എല്ലാരും ഒരുമിച്ച് ചാടാമേ. വരൂ, നമുക്ക് നിലാവിനെ അന്വേഷിക്കാം. കിരീടം എവിടെയാ ഉള്ളേ? ദേ അങ്ങോട്ട് നോക്ക്, കിരീടം അവിടെയാ വെച്ചിരിക്കുന്നേ. നമുക്ക് എങ്ങനെങ്കിലും ആ കിരീടം ഇവിടുന്ന് എടുത്തിട്ട് തിരിച്ചു പോയേ മതിയാകൂ. പൊളിച്ചെടുത്തല്ല കൊണ്ടുപോകുന്ന പ്രശ്നമില്ലേട്ടാ. പക്ഷെ അതിനെ എങ്ങനെ ഇവിടുന്ന് വലുതാക്കി കൊണ്ടുപോകുന്ന എനിക്ക് മനസ്സിലാവാത്തത്. ഒരു സമയത്ത് ഒരു ജോലി, അതൊക്കെ പിന്നീട് ആലോചിക്കാം. നിങ്ങൾ എല്ലാവരും ഇവിടെ തന്നെ നിൽക്ക്, ഞങ്ങൾ മുകളിലേക്ക് പോയി അത് എടുത്തോളാം. യെസ്. രക്ഷപ്പെട്ടു. അയ്യോ, ഞാൻ വീഴാൻ പോവാ. അയ്യോ പട്ലു, നിന്നെയും പിടിച്ചാ നിക്കുന്നേ. എന്റെ മോട്ടു സൂക്ഷിച്ച്. അയ്യോ ഇല്ല, എന്താ മോട്ടു ഇത്? നീ എന്തായി ചെയ്യുന്നേ? കേറി വാ പട്ലു.
പുറത്തു വാ, വേഗം പുറത്തു വാ. ആരുമില്ല. നന്നായിട്ട് കിടന്നുറങ്ങിക്കോ. മാഗ്നത്തോർ ചേട്ടാ കിടന്നുറങ്ങിക്കോ. കലക്കി മോട്ടു. ശരിക്കും നോക്ക്, ആരുമില്ല ഇവിടെ. എല്ലാവരും പതുക്കെ വാ. മോട്ടു സൂക്ഷിച്ച്. എന്റെ അമ്മോ, ഇത് അവനല്ലേ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ആദ്യം കണ്ടവൻ. നിൽക്കൂ, പേടിക്കണ്ട. താങ്കൾ ചെയ്യുന്നത് നല്ല കാര്യമാണെന്ന് എനിക്ക് നന്നായി അറിയാം. എന്നെ കൊണ്ട് വലുതായൊന്നും സഹായിക്കാൻ കഴിയത്തില്ല, പക്ഷെ എനിക്ക് നിങ്ങളെ ഇവിടുന്ന് പുറത്ത് കൊണ്ടുപോകാൻ കഴിയും. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പുറത്തു പോകാൻ കഴിയില്ല. ഞാൻ നിങ്ങളെ സഹായിക്കുന്നത് മാഗ്നത്തോർ കണ്ടു കഴിഞ്ഞാലേ പിന്നെ എന്റെ കാര്യം നോക്കാം. എന്റെ കൂട്ടുകാരൻ ഓർത്തോസോ നിങ്ങളൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകും. എല്ലാവരും എന്നോടൊപ്പം വരും. അവിടെ ചെന്നതിന് ശേഷം എന്തൊക്കെയാ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഓർത്തോസോ ചെല്ല്. എന്റെ മൂൺ. അയാൾക്ക് മനസ്സിലായി എന്നാ തോന്നുന്നട്ടാ. എവിടെ പോയി? താണ്ട് പോകുന്നു. എന്റെ മൂൺ അടിച്ചോണ്ട് പോകുന്നു. Out of bed. മുന്നില് മല, പിറകെ കുഴി. കാണോ, ചെല്ല്. എന്റെ മൂൺ തിരിച്ചു കൊണ്ടുവരും. ഇനി എങ്ങനെ രക്ഷപ്പെടും? മുകളിലേക്ക് ചാടിക്കോ. വെരി ഗുഡ്. യെസ്. പിടിച്ചോ. കൂട്ടുകാരന്റെ ചങ്ങേന്റെ ബ്രോ, ഒന്ന് വേഗം പോ. കുതിരേ, വേഗം പോ. Jump. Yes, very good. Super. നിനക്കൊന്നും അങ്ങനെ രക്ഷപ്പെടാനാവില്ല. എല്ലാവരും ജമ്പ് ചെയ്യ. അയ്യോ, നമ്മുടെ മൂൺ. എന്റെ മൂൺ എനിക്ക് തിരിച്ചു കിട്ടി. മോട്ടു, മൂൺ മാഗ്നത്തോറിന്റെ കയ്യിലേക്ക് പോയി. നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഇപ്പൊ നമുക്ക് ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാം. ഈയൊക്കെ എന്റെ മൂൺ എന്നിൽ നിന്ന് അടിച്ചിട്ട് പോകാൻ നോക്കിയല്ലേ. ഇനി ഞാൻ നിങ്ങളുടെയൊക്കെ സൂര്യനെ അടിച്ചു മാറ്റാൻ പോവുക. സൂര്യനെ എനിക്ക് വേണം. ഞങ്ങളെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. മോട്ടുപത്തിലു, നിങ്ങൾ എല്ലാവരും ചേർന്ന് മാഗ്നത്തോറിനെ എങ്ങനെങ്കിലും തടഞ്ഞേ പറ്റൂ. മൗണ്ട് ഓഫ് മിസ്റ്റിക്കൽസിന്റെ പവറിലേക്ക് ചെല്ലൂ, അല്ലെങ്കിൽ അദ്ദേഹം സൂര്യനെയും കൊണ്ടുവരും. ഇവിടെ എന്തൊക്കെയാ സംഭവിക്കാന്ന് യാതൊരു പിടിയും ഇല്ല. അയാളെ നിർത്തണമെന്നാ ഞങ്ങളുടെ ആഗ്രഹം. പക്ഷെ അയാളുടെ കമ്പിന് അത്രത്തോളം ശക്തിയുണ്ടല്ലോ. അതുപോലത്തെ ഒരു ആയുധം ഞങ്ങളുടെ കയ്യിൽ ഇല്ലാത്തത് കാരണം അയാളെ തോൽപ്പിക്കുന്നത് വളരെ പാടാ. ആ ആയുധങ്ങളൊക്കെ വേറെ ആരുടേതുമല്ല,
അദ്ദേഹത്തിന്റെ തന്നെയാണ്. അദ്ദേഹത്തിന്റെ ശക്തികൾ മുഴുവനും അദ്ദേഹത്തിൽ നിന്നും ആയത്തിലേക്ക് ട്രാൻസ്ഫർ ആകുന്നു. അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ആയുധം എങ്ങനെയെങ്കിലും തട്ടിപ്പറച്ചു കഴിഞ്ഞാൽ ആ ശക്തികൾ മുഴുവനും കുറച്ച് സമയത്തേക്ക് ആയുധത്തിന്റെ അകത്തായിരിക്കും. ഏതെങ്കിലും ഒരു കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ആ ശക്തികൾ മുഴുവനും പ്രയോഗിക്കാം. ഐഡിയ. നമ്മൾ എങ്ങനെയെങ്കിലും അവന്റെ കയ്യിലുള്ള ആ ആയുധം എടുക്കണം. അതിനുശേഷം അതിന് കമാൻഡ് കൊടുത്ത് മൂണിനെ നമുക്ക് തിരിച്ചയക്കാം. പക്ഷെ നമ്മളെക്കാളും 10 മടങ്ങ് വലുതായിട്ടുള്ള ആ സ്റ്റാഫിനെ നമ്മൾ എങ്ങനെ പോക്കും പറ്റുള്ളൂ? താങ്കൾ അതിനെ കുറിച്ച് വിഷമിക്കൊന്നും വേണ്ട. ആ ആയുധത്തിന് ഒരു മഹത്വമുണ്ട്. അത് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മഹത്വം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. പക്ഷേ അതിനുശേഷം ആ മാഗ്നത്തോർ നിങ്ങൾ ആരെയും വെറുതെ വിടില്ല. ഒരു പ്രശ്നമല്ല. അറ്റ്ലീസ്റ്റ് ഞങ്ങളുടെ ഭൂമിയെ ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിയുമല്ലോ. വൗ, നിങ്ങളെ പോലെയുള്ള ആളുകളെ ഞാൻ ആദ്യമായിട്ട് കാണുക. നിങ്ങളുടെ ഭൂമിയെ രക്ഷിക്കുവാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ജീവൻ പോലും നൽകാൻ തയ്യാറാണ്. വരൂ, സമയമില്ല. നിങ്ങൾ എല്ലാവരും ആർത്തോസിന്റെ കൂടെ ചെന്നോളൂ. ഞാൻ പുറകെ ഉണ്ടാവും. ആർത്തോസ്, ചെല്ല്. ഇവരെ മോണ്ട് ഓഫ് മിസ്റ്റിക്കൽ പവറിലേക്ക് കൊണ്ടുപോ. വരെ ഒന്ന് വെയിറ്റ് ചെയ്യാറില്ലേ? കൈ പിടിക്കേ. മുറുകെ പിടിക്ക്. ഇവിടെ ഒന്നുമില്ല. ആ പഞ്ചതത്വം മല എവിടെ പോയി? മൈറ്റി മാഗ്നത്തോർ ആ 5 തൂണുകളും 5 തത്വങ്ങളെ പ്രതികരിക്കുന്നതാണ്. കാറ്റ്, വെള്ളം, ആകാശം, അഗ്നി, പിന്നെ നിലവും. 100 വർഷത്തിൽ ഒരിക്കലാണ് നമുക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടുക. അപ്പൊ ഈ മലകളുടെ നടുവിൽ ഈ തൂണുകളുടെ ശക്തി പ്രതിഫലിക്കുന്നതാണ്. എല്ലാം ഒരേ സ്ഥലത്ത് കൂടുന്നതാണ്. വേഗം പോവാം. വരൂ, വരൂ, ഓടി വരൂ. വരൂ, നമുക്ക് ഇങ്ങോട്ടേക്ക് പോയി ഓടിച്ചിരിക്കാം. വോയിസ്, എന്താ ഇത്ര പെട്ടെന്ന് കാറ്റ് ഇത്ര ശക്തമായി അടിക്കുന്നത്? വോയിസ്, ഇവിടെ എന്താണ് നടക്കുന്നത്? മൈറ്റി മാഗ്നത്തോർ, അവിടുന്ന് ശക്തി പുറത്തേക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങൾ അകത്തേക്ക് പോകാം. ഇവിടെ ഈ കാറ്റ് വീശുന്നത് വരെ നിങ്ങള് അകത്ത് തന്നെ ഉണ്ടായിരിക്കണം. അവിടുന്ന് മാറിക്കഴിഞ്ഞാൽ പിന്നെ ശക്തി അപ്പൊ തന്നെ നഷ്ടപ്പെടുന്നു. പിന്നെ ഒരിക്കലും നമുക്ക് ഈ കാറ്റ് കിട്ടാൻ സാധ്യതയില്ല. ഇനി മുതൽ ആ സൂര്യൻ എന്റെ മാത്രം സ്വന്തമാണ്. Lingam sir, start as planned. ഓക്കെ മോട്ടു. ഇളനീർ പട്ടാളമേ, ഗോ ആൻഡ് അറ്റാക്ക്. ചിങ്കം സാർ, ഞങ്ങളുടെ പൊസിഷൻ ഒന്ന് പറഞ്ഞു തരണേ. ഓ യെസ്, കമാൺ. ഇതിന്റെ താഴെ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ ചതഞ്ഞു പോകുന്ന ഒന്നല്ല പറ്റൂ. ഇതാരുടെ കയ്യിലേക്കാണോ പോകുന്നത്? അവരുടെ സൈസ് അനുസരിച്ച് ചെറുതാവും ഇത്. എനിക്ക് തോന്നുന്നു ഇതാണ് ഇതിന്റെ സ്പെഷ്യാലിറ്റി. മോട്ടു, വരൂ. സ്റ്റാഫ്, മൂണിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുപോവാ. വേണ്ട. എന്റെ നമുക്ക് പോവാ ഇവിടുന്ന്. അവന്മാരെ പിടിക്ക്. അവന്മാരുടെ കയ്യിൽ എന്റെ മൂണാണുള്ളത്.
Yes. ഓഹോ. മോട്ടു അങ്ങോട്ട് നോക്ക്. മോട്ടു മൂണിനെ വിടരുത്. ഞങ്ങളും നിങ്ങളെ വിടുന്ന പ്രശ്നമില്ല. ഇന്ന വിട്ടു. പറ്റുമെങ്കിൽ ഒന്ന് പിടിക്കടാ. എവിടേക്കാ ഓടുന്നത്? നിങ്ങളെ വിടില്ല. നിക്ക്. ഇനി എത്ര സമയം കൂടി? കുറച്ച് സമയം കൂടെ ഉള്ളൂ. നിങ്ങൾക്കൊക്കെ അത്രയ്ക്ക് ആയോ? ഞങ്ങളുടെ സ്ഥലത്തേക്ക് വന്ന് ഞങ്ങളോട് തന്നെ ഏറ്റുമുട്ടാറായോ നിങ്ങള്? ഞങ്ങളുടെ ധൈര്യം ഇനി നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ഗസിതാറാം തയ്യാറല്ലേ? തയ്യാർ. ഏയ് നിക്ക്. വാ വാ ഓടി വാ. എന്താ വീണ് പോയോ? ഞങ്ങളെ വന്ന് പിടിക്കണ്ടേ? നിങ്ങൾ എന്നെ കളിയാക്കുകയാണോ? നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. Don't you fear when Chingam is here. ഇനി ഞാൻ ആ സൂര്യനെ സ്വന്തമാക്കും. പക്ഷേ എന്റെ പ്രിയപ്പെട്ട എന്റെ മൂൺ പതിലു, ഞാൻ ഇതാ വരുന്നു. ഇനി നീക്ക് എങ്ങനെ രക്ഷപ്പെടും? ഓടിക്കോ. എന്നെ പറ്റിക്കാമെന്ന് കരുതിയോ? ഇന്നാ പിടിച്ചോ. അറ്റാക്ക്. അല്ല ഇതിന്റെ പവർ. ഒരുപാട് സമയമായില്ലേ? അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ പവർ മുഴുവനും ഇതിനകത്ത് നിന്ന് പുറത്തേക്ക് പോയിന്ന്. ഈ സ്റ്റഫ് അവന്റെ കയ്യിൽ വീണ്ടും കൊടുക്കണമെന്നാ തോന്നുന്നേ. കേക്ക്. എന്റെ സ്റ്റിക്ക്. ഓടി രക്ഷപ്പെട്ടോ? സ്റ്റാഫിനകത്ത് ശക്തി വീണ്ടും വന്നിരിക്കുന്നു. പതിലു, എന്റെ മൂൺ എനിക്ക് മര്യാദയ്ക്ക് തിരിച്ചേരുന്ന ആള് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ കൊതുകിനെ ഞെരുക്കുന്ന പോലെ ഞെരുക്കിക്കളയും. എന്നാ വാ. എവിടെയാണ്? ധൈര്യം ഉണ്ടെങ്കിൽ പുറത്തു വാ. ആ ഇപ്പം വന്ന് നിന്റെ ധൈര്യം എന്താന്ന് കാണിച്ചിട്ട് ആ മൂണെടുത്തോണ്ട് പോവാൻ നോക്ക്. അല്ല, എവിടെയാണ് നീ? ഞാതാ ഇവിടെ നിൽക്കുന്നു. എന്നെ മണ്ടനാക്കാൻ നോക്കുകയാണോ? എവിടെയാണെന്ന് പറ. നമ്മള് മാഗ്നത്തോറിന് തന്നെ ഒരു പണി കൊടുത്തല്ലോ. വീണാട് എഴുന്നേക്കുന്നതിന് മുമ്പ് നമുക്ക് ഇവിടെ പോകണം. വേഗം വാ. നമുക്ക് രക്ഷപ്പെടാം. എന്റെ അമ്മ മോട്ടുപത്രു വേഗം വന്നേ. ദേ വരുന്നു. ഓക്കേ, ലെറ്റ്സ് ഗോ. പൊളിച്ചെടുത്തല്ലോ. എന്റെ 20 അനുഭവത്തിൽ ഇങ്ങനെ ഒരു കുതിര സവാരി ഞാൻ ഇതുവരെ പോയിട്ടേ. എന്തിനാ ഇത്രയും വേഗം സ്റ്റോപ്പ് എന്ന് പറഞ്ഞേ? നേരം വൈകിക്കൊണ്ടിരിക്കുക, അതുകൊണ്ടാ പറഞ്ഞേ. മോട്ടു വേഗം വാ, പോകാം. മൂണിനെ എത്രയും പെട്ടെന്ന് അതിന്റെ സ്ഥലത്തേക്ക് അയക്കണം. ഓക്കേ പട്ലു. ഹേ സ്റ്റഫ്, മൂണിനെ അതിന്റെ ഒറിജിനൽ സൈസിലേക്ക് മാറ്റി വീണ്ടും ആകാശത്തേക്ക് അയക്ക്. എന്റെ മൂണിനെ നിങ്ങൾക്ക് ആർക്കും ഞാൻ തരില്ല.
എന്റെ നമ്മുടെ മൂൺ രക്ഷപ്പെട്ടു. എന്റെ ഞാൻ വെറുതെ വിടില്ല. ഇതൊക്കെ ഞാൻ കൊന്നുകളയും. എന്റെ കയ്യിന്ന് എന്റെ മൂന്ന് നിങ്ങൾ നഷ്ടപ്പെടുത്തിയില്ലേ? രക്ഷപ്പെടാം. ഇനി നീയൊക്കെ എങ്ങോട്ട് പോകും? നിങ്ങളുടെയൊക്കെ അവസാനമായിരിക്കുന്നു. അങ്ങനെ ഒരിടത്തിന് എന്റെ കൈ കിട്ടി. അയ്യോ കാലേ മുള്ളുകൊണ്ടേ മുള്ളുകുത്തി കയറിയേ. മാഗ്നത്തോർ അവരെ വിട്ടേക്ക്. മൂൺ പോയാ നമുക്കെന്താ? ദേ വരുന്നു സൂര്യൻ, അവനെ പിടിക്കാൻ നോക്ക്. താങ്ക് യു. ഞാനതങ്ങ് മറന്നുപോയി. ഇന്ന് എന്നെ ഒരുപാട് പ്രാവശ്യം മാഗ്നത്തോർ എന്ന് വിളിച്ചു അല്ലേ? അപ്പൊ പിന്നെ മൈറ്റി മാഗ്നത്തോർ ആരാണാ വിളിക്കുക? എന്റെ അമ്മോ, come on, let's escape. ഈ ഭൂമിയിലുള്ള മനുഷ്യന്മാരെ വെറുതെ വിടാൻ പാടില്ല. അതിനുള്ളിൽ ഞാൻ സൂര്യനെ സ്വന്തമാക്കും. സോറി, നിങ്ങൾ എന്നോട് കളിക്കാറായോ? വിടില്ല നിങ്ങളെ. എന്തായി ചെയ്യുന്നേ? ഞാനാണ് വേട്ടക്കാരൻ. നിനക്ക് അത്രയ്ക്ക് ധൈര്യമായോ? എന്റെ ഇരകളെ നീ വേട്ടയാടുന്നോ? മാറ്റി മാഗ്നത്തോർ, നിങ്ങളല്ലേ അവരെ വിടരുതെന്ന് പറഞ്ഞത്? അവരെ വിടാൻ പാടില്ല എന്ന് പറഞ്ഞതിനർത്ഥം അവരെ ഓടിച്ചിട്ട് പിടിക്കാനാ. പറഞ്ഞത് മാത്രം അനുസരിച്ചാ മതി. ഓക്കെ മൈറ്റി മാഗ്നത്തോർ. ഇനിയിപ്പോ എങ്ങോട്ട് പോകും? പത്ലു, വെറും വയറ്റിൽ എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നിനക്ക് അറിയില്ലേ? എന്തെങ്കിലും വേഗം ചെയ്യ്. ഐഡിയ. ചിങ്കം സാറേ, എനിക്ക് മനസ്സിലായി പത്ലു. യെസ്, ഇളനീർ പട്ടാളമേ, ഗോ കവർ ദ സണ്ണ്. ഇനി സൂര്യൻ എന്റെ സ്വന്തം. ഇവിടെ എന്ത് മാജിക്കാണ് ഈ നടക്കുന്നത്? ഞാൻ നിന്നെ ഒന്നും വെറുതെ വിടില്ല. ഞാൻ നിന്നെ വെറുതെ വിടില്ല, മനസ്സിലായോ? മോട്ടു, നിനക്ക് ഇവന്റെ ഒപ്പം ഒന്നും ഫൈറ്റ് ചെയ്യാൻ കഴിയില്ല. നീയും വലിയ ആളായാൽ മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പറ്റൂ. പട്ലു, ചെറുതിലെ തൊട്ടേ എനിക്ക് വലുതാവണമെന്ന് ഭയങ്കര ആഗ്രഹമാ. പക്ഷെ ഇപ്പൊ നമുക്ക് ആദ്യം ഈ പണി തീർക്കാം. എന്റെ മോട്ടു, ഞാൻ അതുപോലുള്ള വലിയ ആളുടെ കാര്യമല്ല പറഞ്ഞ്. ഞാന് ഇതിനെ കുറിച്ചാ പറഞ്ഞത്. പത്ലുവിന്റെ ചങ്ങന്റെ ബ്രോ, നീ കലക്കി. എങ്ങനെയെങ്കിലും സ്പ്രേ ചെയ്ത് മോട്ടുവിനെ വലുതാക്കുന്നേ. ഓക്കെ ഡോക്ടർ ജഡ്ക. ഇതെന്താ വർക്കാവാത്തത്? നിനക്കൊക്കെ അത്രയ്ക്ക് ധൈര്യമായോ? മൈറ്റി ഓൾ മൈറ്റി മാഗ്നത്തോറിനടുത്ത് ഫൈറ്റ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണോ? ഇനി നിന്നെയൊക്കെ ജീവനോടെ ഞാൻ വിടില്ല. വേണ്ട, വേണ്ട, എന്റെ സുഹൃത്തിനെ വിട്ടേക്ക്. അവൻ പാവാ. പ്ലീസ് അവനെ വിട്ടേക്ക്. വേണമെങ്കിൽ എന്നെ കഴിച്ചോ മാഗ്നത്തോർ. വേണ്ട മോട്ടു. നിന്നെ ഞാൻ തിന്നും മോട്ടു. നിന്നെ മാത്രമല്ല, നിന്റെ സുഹൃത്തുക്കളെയും. പക്ഷേ ആദ്യം പത്ലു. വേണ്ട, ആദ്യം എന്നെ കഴിക്കേ, എന്നിട്ട് എന്റെ സുഹൃത്തിനെ വെറുതെ വിട്. എന്നെ ഇത്രയും മുറുക്കി പിടിക്കണ്ട. വിട്, വിട്. വേണ്ട. വേണ്ട.
വിട് മാഗ്നത്തോർ, അവനെ വെറുതെ വിട്. അയ്യോ പത്ലു, എന്റെ സുഹൃത്തിനെയാണോ? മോട്ടു, രക്ഷിക്കേ. രക്ഷിക്കണേ. വേണ്ട. പത്ലു, കലക്കി മോട്ടു, ഇനി ആയിരിക്കും രസം. അവരെ വെറുതെ വിടരുത്. മോട്ടു, ഇപ്പൊ വരുന്നോ? ഇതെന്താ പുതിയ കൊല്ലാപ്പ്? അയ്യോ അയ്യോ, ആരെങ്കിലും രക്ഷിക്കേ. പറപ്പിക്കാണല്ലോ. മൈ ഗോഡ്. എനിക്ക് അവനെ എതിർക്കാൻ തയ്യാറായിക്കോ. നിക്കവിടെ, ഇവനെ കഥ അവസാനിപ്പിക്കേ. അയ്യോ, പട്ലു, ഈ മരുന്ന് ശരിക്ക് വർക്കാവുന്നില്ല കേട്ടോ. എന്തോ ഒന്ന് ഈ ഇടയ്ക്കിടയ്ക്ക് ചെറുതും വലുതുമാകുന്നത് ശരിക്കും ഉപയോഗിക്ക്. പുരുഷന്മാരെ, നിന്നെയൊക്കെ ഉറുമ്പിനെ ഞെരിക്കുന്നവർ ഞാൻ ഞെരിച്ചു കളയാം. അയ്യോ, രക്ഷിക്കേ. എവിടെ പോയി? എവിടെ പോയി? ഇതാരുടെ കൈകളാണ്? എനിക്കെന്താ 4 കൈകളുണ്ടോ? അതെന്റെ കൈയായിരുന്നു. എടാ, നീ എങ്ങോട്ട് പോയി? എടാ കുഞ്ഞു മനുഷ്യ, നീ എന്റെ അടുത്ത് എന്ത് കളിയായി കളിക്കുന്നേ? മുന്നിൽ വാ. ഹലോ, ഇതെങ്ങനെയുണ്ട്? ഹേയ്, അയ്യോ, വീണ്ടും ചെറുതാവുന്നല്ലോ. ഇന്നാ പിടിച്ചോ. ഇനി ഇത് എന്റെ ഊഴവാ. നിന്നെ ഞാൻ വെറുതെ വിടില്ല മോട്ടു. നീ എന്നെ തോൽപ്പിക്കാൻ നോക്കുകയാണോ? നിന്നെ ഞാൻ ഇനി വെറുതെ വിടില്ല. മോട്ടു, രക്ഷിക്കേ. ഞാനിതാ വന്നു മാഗ്നത്തോർ. ഞാൻ തോറ്റു കൊടുക്കാൻ തയ്യാറല്ല. ഇപ്പൊ കാണിച്ചുതരാം. ഇനി നിന്നെയൊക്കെ വെച്ചോണ്ടിരിക്കാതെ എത്രയും വേഗം അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. നീയൊക്കെ തീർന്നടാ. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? എന്താ പ്രശ്നം? ഇത് നിങ്ങളുടെ വേട്ടയല്ലേ? പിന്നെ നിങ്ങൾ ദേഷ്യം വന്ന് ഞങ്ങളെ തല്ലും. ഇനി ഞാൻ തടഞ്ഞാലും നിങ്ങൾ നിർത്താൻ പാടില്ല. ഫൈറ്റ് തുടങ്ങിക്കോളൂ. ഇത് മൈറ്റി ഓൾ മൈറ്റി നിങ്ങൾക്ക് നൽകുന്ന ആജ്ഞയാണ്. ഈ സൂര്യനെ എന്റെ കയ്യിൽ കിട്ടുന്നത് വരെ നിങ്ങൾ തുടർന്നുകൊള്ളൂ. വിടില്ല ഞങ്ങള്. അതെ, നിക്ക് നിക്ക് നിക്ക്. മോട്ടു, jump. Yes. എന്താണോ ഈ ചെയ്തത്? ഇപ്പൊ താങ്കളല്ലേ പറഞ്ഞത് താങ്കൾ എന്തെന്നെ തടഞ്ഞാലും അടിക്കുന്നത് നിർത്താൻ പാടില്ല എന്ന്?
അങ്ങനെയാണെങ്കിൽ മൈറ്റി ഓൾ മൈറ്റി മാഗ്നത്തോറിന്റെ ആജ്ഞ പാലിക്കൂ. മോട്ടുപത്തുവിനെ വിടരുത്, അടിക്കൂ. ഏ? ആഹാ, വരൂ വരൂ. എന്നെയല്ല തല്ലേണ്ടത്. ഓ, അയ്യോ. ഇങ്ങോട്ട് നോക്കിയേ. അയ്യോ, വേദനിക്കുന്നേ. ദേ ഇവിടെ. നിങ്ങളോട് തല്ലാൻ പറഞ്ഞത് ആരെയാ? എന്നിട്ട് ആരെയാ തല്ലുന്നത്? ഇത്രയും വലിയ തല്ല് ഞാൻ ഇതിനു മുമ്പേ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. അയ്യോ, എന്റെ നടുവേ. അയ്യോ, എന്റെ കൈ. അയ്യോ, എന്റെ നട്ടല് ഓടിഞ്ഞേ. കാലേ കാലേ, എന്റെ കാല്. എന്താടാ, ഒരു ഭാഗം പോലും വിടാതെ തല്ലി ചതക്കുകയാണോ? ഇത് കാണുമ്പോൾ നല്ല തമാശ. ദാ ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട്. അയ്യോ, അടിക്കല്ലേ, ഒന്ന് നിർത്തടാ. മുകളിലിരിക്കുന്നവരെങ്കിലും ഓർത്ത് ചെയ്യാതെ. കൂടുതൽ വെറുപ്പിക്കരുത്. വേണ്ട വേണ്ട വേണ്ട. സോറി. രക്ഷിക്കേ. Yes. എടുക്ക്. ഇവൻ വളരെ ചെറുതാകട്ടെ. മാഗ്നത്തോർ ചേട്ടാ, എന്നെ പഴയതുപോലെ ശരിയാക്കിത്താ. നീ ഇപ്പോ ഓൾമൈറ്റി മാഗ്നത്തോർ ഒന്നും അല്ല, ലിറ്റിൽ മാഗ്നത്തോറാ. താങ്ക് യു മോട്ടുപത്ലു ചേട്ടാ. ഇന്ന് നിങ്ങളുടെ സഹായം കാരണം ഞങ്ങൾ എല്ലാവരും മാഗ്നത്തോറിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. ആ, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ഒരു കാര്യം ഓർമ്മിച്ചോ, ഈ സ്റ്റഫ് ഒരു കാരണവശാലും ദുഷ്ടന്മാരുടെ കയ്യിലേക്ക് പോകാൻ പാടില്ല. മാഗ്നത്തോർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ഇവിടെ ഒരു പവറും ഉണ്ടാവില്ല. ആ, അങ്ങനെയാണെങ്കിൽ ലിറ്റിൽ മാഗ്നത്തോറിന് എന്താ ചെയ്യാ? എന്നാ നമുക്ക് ഈ ലിറ്റിൽ മാഗ്നത്തോറിനെ ഒരു കുപ്പിയിലിട്ട് അടച്ചു വെക്കാം. എന്ത് പറയുന്നു? എന്താ പറഞ്ഞത്? അയ്യോ, എന്നെ ഒന്നും ചെയ്യല്ലേ. ഞാൻ ഇവിടുന്ന് ഓടിപ്പോയിക്കോളാമേ. അയ്യോ, എന്നെ വെറുതെ വിടണേ. ലിറ്റിൽ മാഗ്നത്തോർ, നിന്റെ കുപ്പി എടുത്തോണ്ട് വെക്കോ. എന്നെ ആരെങ്കിലും ഒന്ന് പുറത്തിറക്ക്. നിങ്ങൾക്ക് എന്നെ ബന്ധിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വലിയ ബോട്ടില്ലാത്തിടോ. Watch India's largest kids library only on Jio Hotstar. Download the app now.